സയ്യിദുന അഹ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയാളൊരു മജൂസിയാണ്, ഈ ആരാധകനായ, തീയെ പൂജിക്കുന്ന ഒരു മനുഷ്യനായ ഒരു അയൽവാസി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു കള്ളം കയറിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു. അപ്പൊ തൊട്ടടുത്തുള്ള അയൽവാസിയാണ് അഹ്മദ് ബിൻ ഹർബ്. അയാൾക്ക് വിഷയം പറഞ്ഞ് അയാളൊന്ന് സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട് അയൽവാസിയുടെ വീട്ടിൽ പോയി. സ്വാധീനങ്ങൾ അങ്ങനെയാണ്. അയൽവാസി എന്ന രൂപത്തിലുള്ള ബഹുമാനങ്ങളും അവർക്ക് കൊടുക്കേണ്ട ആദരവുകളും അതൊക്കെ കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അവരോട് വൈരാഗ്യം, അവരോട് എതിർപ്പ്, അതൊന്നും പാടില്ല. അയൽവാസിയാണോ പിന്നെ മതം നോക്കറിയില്ല, അയൽവാസി എന്ന രൂപത്തിലുള്ള ഒരു ബഹുമാനം അതും വകവെച്ചു കൊടുക്കും. അപ്പോ അഹമ്മദ് ബിൻ ഹർബ് അയൽവാസിയുടെ വീട്ടിൽ പോയി. അയാളെ സാന്ത്വനപ്പെടുത്താനാണ്. സാധനം പോലെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ അയാളെ സമാധാനപ്പെടുത്താൻ വേണ്ടി പോയതാണ്. പോയി അയാളെ സമാധാനപ്പെടുത്തുമ്പോ ആ മജൂസിയായ, ഈ ആരാധകനായ ആ മനുഷ്യൻ പറയാൻ, അതൊന്നും സാധിക്കപ്പോ, കട്ടുപോയതൊന്നും സാധിക്കില്ല, പക്ഷെ അയാൾക്ക് എന്റെ ഉള്ളിലുള്ള എന്റെ വിശ്വാസം കട്ടെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. സാധനം പോയി, പക്ഷെ എന്റെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതായത് ഈ ആരാധിക്കുന്ന ആ ഒരു വിശ്വാസം, അത് കട്ടുകൊണ്ടുപോകാൻ കള്ളന് കഴിഞ്ഞില്ല, അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അഹമ്മദ് ബിൻ ഹർബ് എന്ന് പറഞ്ഞ മഹാന് ഭയങ്കര അത്ഭുതപ്പെട്ടു. കുഫറാണെങ്കിലും ആ കുഫറിൽ ഇത്ര സ്ട്രോങ് ഉണ്ടല്ലോ, അയാളുടെ വിശ്വാസം ബേക്സറാണെങ്കിലും ആ വിശ്വാസത്തിൽ ഇത്ര ഒരു മൂഡ് അയാൾക്കുണ്ടല്ലോ. അയാൾ പറഞ്ഞ പൊന്നി അതീതര വോട്ട് എന്തായില്ല. ഈ അയൽവാസി രോഗിയായി കിടക്കാണ്, 60 വയസ്സായി കിടന്നതാണ്. 60 വയസ്സായി രോഗിയായി കിടക്കാണ്. ഈ പോയ അഹമ്മദ് ബിൻ ഹർബ് എന്ന് പറയുന്ന ഈ മഹാനവർക്ക് അന്ന് 70 വയസ്സായിരുന്നു, 10 വയസ്സ് കൂടുതൽ. അപ്പോ ഈ മഹാന് ഭയങ്കര അത്ഭുതമായി. അയാൾ ആ സ്ട്രോങ് കണ്ടിട്ട്, കുഫറിലുള്ള സ്ട്രോങ് കണ്ടിട്ട്, അപ്പൊ മഹാനവർക്ക് എന്തിച്ച് ഇയാളെ ഒരു മുമ്പിനാക്കി എടുത്താല്, അപ്പൊ ഈ അള്ളാഹുവിന്റെ ഒരു വിശ്വാസം ഇയാളെ തമ്മിൽ വന്നാല് അപ്പൊ എന്തായിരിക്കും ഇയാൾക്ക്? ആ അള്ളാഹിനോടുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലേ. എന്തെങ്കിലും ചെയ്തിട്ട് ഇയാളൊന്ന് ഒരു തൗഹീദിലേക്ക് വരുത്തണം, അതിന്റെ ആളാക്കി മാറ്റണം എന്നൊരു ചിന്ത അഹമ്മദ് ബിൻ ഹർബ് എന്നവരുടെ കൽബിൽ ഉദിച്ചു. അപ്പോ മഹാനായ അഹമ്മദ് ബിൻ ഹർബ് എന്ന ആ മനുഷ്യനോട് ചോദിച്ചു, പറഞ്ഞതന്നെ ശരിയാണ്, നിങ്ങളുടെ വിശ്വാസം കണ്ടുകൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ആ വിശ്വാസം വെച്ചതല്ലേ, നിങ്ങളുടെ വിശ്വാസം വെച്ചതല്ലേ എല്ലാം കൊണ്ടും പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസാണ് അയാൾക്ക് അദ്ദേഹം ഓതി കൊടുത്തു. ഒരു പടച്ചവനാകണമെങ്കിൽ ആ പടച്ചവൻ ഉണ്ടാകേണ്ട എല്ലാ രൂപത്തിലുള്ള പ്രത്യേകതകളും നിങ്ങൾ ആരാധിക്കുന്ന തീക്കില്ലല്ലോ. പടച്ചവൻ എപ്പോഴും ഒരുവനാവണ്ടേ. തീയാണെങ്കിലോ ലോകത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളുടെ മുന്നിൽ ഒരു തീ ഉണ്ടാക്കും, ആരാധിക്കും, മറ്റുള്ള ആൾ ഓരോ മുന്നിൽ ഒരു തീ ഉണ്ടാക്കും. എത്ര തീകുമ്പാരങ്ങൾ, എത്ര പടച്ചവനാണ് അല്ലെ. എന്നിട്ട് അള്ളാഹു സമദാണ്. അള്ളാഹു എന്ന് പറഞ്ഞ മറ്റൊരാളുടെ സഹായം ഇല്ലാത്തവനാണ്. നിങ്ങൾക്ക് ഒരു തീക്ക് ആരാധിക്കണമെങ്കിൽ നിങ്ങൾ കത്തിച്ചതിനാണ്ട് തീ, സ്വന്തമായിട്ട് തീ ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ കത്തിച്ചതിനായ തീയല്ലേ. എന്നിട്ട് ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആശയങ്ങൾ മുഴുവനും അയാളുടെ മുന്നിൽ പറഞ്ഞു. എന്നിട്ട് മഹാനായ അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത്, പടച്ചോനെ എന്തുകൊണ്ടെങ്കിലും ഇയാളെന്ന തൗഹീദിലേക്ക് വലിച്ചെടുക്കാം, അതിനു വേണ്ടിയിട്ട് നല്ല ഉറച്ച ഒരു തീരുമാനം കൽബിന്റെ ഉള്ളിലുണ്ടാക്കി. എന്നിട്ട് മഹാനവരോട് പറഞ്ഞു, മനുഷ്യ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 60 കൊല്ലായിട്ട് തീക്ക് ആരാധിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഒരു തീ ഉണ്ടാക്കിയിട്ട് ആ തീന്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ കൈ കടത്തിയിട്ട് കുറച്ചു നേരം വെക്കാൻ കഴിയുമോ ചോദിച്ചു. ഇതിന്റെ ഉള്ളിൽ കൈ കടത്തിയിട്ട് അതിൽ കുറച്ചു നേരം വെക്കാൻ കഴിയുമോ? ഇയാളറിയാൻ തീ വെന്തവിടോ? അതിനെ ആരാധിക്കുന്നവനാണെങ്കിലും, കൊതിക്കുന്നവനാണെങ്കിലും, ബഹുമാനിക്കുന്നവനാണെങ്കിലും, വെറുപ്പ് കാണിക്കുന്നവനാണെങ്കിലും തീന്റെ സ്വഭാവം തന്നെ. തീക്ക് ഒരേ സ്വഭാവം. ആരിട്ടാലും കരിച്ചു കളയും, സമ്പത്തിട്ടാലും കരിച്ചു കളയും. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ കൈ കുറച്ചു നേരം തീന്റെ ഉള്ളിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. കഴിയാതോ? കരിച്ചു കളയില്ലേ? അപ്പൊ മഹാനായ അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു തവക്കൽ ചെയ്ത മനുഷ്യരാണ്. പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുന്നിൽ തീന്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് കൈവച്ച് കാണിച്ചാലോ? ഞാൻ ഇതുവരെ തീ ആരാധിച്ചവനല്ല, തീ പൂജിച്ചവനല്ല, പക്ഷെ നിങ്ങൾ പൂജിക്കുന്ന തീയുടെ ഉള്ളിലേക്ക് ഒരു 5 മിനിറ്റ് കൈവച്ച് കാണിച്ച് എന്റെ കൈക്ക് വല്ല ബുദ്ധിമുട്ടും ആയില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഇതൊരു ഉറപ്പാണ്. കാരണം തീയല്ലല്ലോ, തീയെ നിയന്ത്രിക്കുന്ന ഒരാളില്ലേ. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വലിയ തീ കൊണ്ടാരുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ മഹാനവരുകൾ എറിഞ്ഞപ്പോ കിലോമീറ്റർ മുകളിൽ പാറിക്കാണെങ്കിൽ കളിച്ചിരുന്ന പറവകൾ പോലും, പക്ഷികൾ പോലും ആ തീയുടെ കാഠിന്യം കൊണ്ട് കരിഞ്ഞുപോയി എന്നാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ എത്തിപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ
തീയെ നിയന്ത്രിക്കുന്ന അന്നല്ലേ തീക്ക് കഴി കൊടുക്കാം. ആ പടച്ചോന്റെ പേരിൽ തവക്കുൽ ചെയ്തിട്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആരാധിക്കുന്ന തീയുടെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് കൈവച്ച് കാണിച്ച് എന്റെ കൈക്ക് വല്ലതും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന അള്ളാനെ കൊണ്ട് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോ ആ മജൂസിനെ മനുഷ്യ പറഞ്ഞു, അപ്പൊ എന്തിനാ റിസ്കിന് പണിയെടുക്കുന്നത്? അതെന്തായാലും റിസ്കിന് പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ പറയുക, ഞാനൊരു 4 ചോദ്യം ചോദിക്കാം. 4 ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മതത്തിൽ കിടന്നു വരുന്നത് ചോദിച്ചോളൂ പറഞ്ഞു. ആ 4 ചോദ്യം ആദ്യമായി ചോദിച്ചു, എന്തിനാണ് മനുഷ്യനെ വളർത്തപ്പെട്ടത് ചോദിച്ചു. ഇവിടെ മനുഷ്യവർഗത്തിന് പഠിച്ചെന്തിനാണ് ചോദിച്ചു. അപ്പൊ മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ച ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ അള്ളാഹു പഠിച്ചത്. അപ്പൊ രണ്ടാമത് ചോദിച്ചു, മനുഷ്യൻ പടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെള്ളവും ഭക്ഷണങ്ങളും പഠിച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണ് ചോദിച്ചു. രണ്ടാം ചോദ്യം, മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, അതെന്തിനാണ് പഠിച്ചത് ചോദിച്ചു. അപ്പൊ മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. മൂന്നാമത് ചോദിച്ചു, എന്തിനു പിന്നെ മനുഷ്യനെ മരിപ്പിക്കുന്നതിനെ ചോദിച്ചു. മനുഷ്യനെ ഒരു മരണം ഉണ്ടല്ലോ, മരിപ്പിക്കുന്നതിന്. അപ്പൊ മാനവരോട് പറഞ്ഞു, അള്ളാഹനെ മനസ്സിലാക്കിയ ആൾ ആരെന്ന് തിരിയാൻ വേണ്ടിയിട്ടുണ്ടോ, അള്ളാഹനെ മനസ്സിലാക്കിയ ആള് ആരാണെന്ന് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ തിരിയുള്ളൂ. മനുഷ്യന്റെ മരണസമയത്തുണ്ട് മനുഷ്യൻ നല്ലവരാരും ചീത്താരും തിരിയുന്ന അപ്പല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ 4ാമത് ചോദിച്ചത്, ഈ പരലോകത്തിന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പരലോകം ഉണ്ടാക്കിയതിന് അള്ളാഹനെ മനസ്സിലാക്കിയ ആള് സുഖിക്കണ്ടേ, ആ സുഖിക്കണമെങ്കിലും അവനെ പരലോകത്തിൽ എത്തിയാൽ അവന് സ്വർഗം കിട്ടൂ, അതിന് വേണ്ടിയിട്ടാണ് പരലോകം. മണിമണി ചോദ്യമാണ്, മണിമണി ആൻസറാണ്. നല്ല ചോദ്യം. 4 ചോദ്യത്തിന്റെ പെട്ടെന്നുള്ള മറുപടി. ആ മറുപടി കിട്ടിയപ്പോ അയാളെ മനസ്സിൽ ഭയങ്കര സമാധാനം. അയാൾ എന്ത് ചെയ്തറിയോ, മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങളുടെ മുന്നിൽ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വന്നു. 60 കൊല്ലം ഈ ആരാധകനായി നടന്ന ആ മജൂസിയായ അൽവാസി ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നയാൾ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണുപോയി. കുറച്ചു നേരമാകുമ്പോ ഇശാറത്ത് വന്നു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, മുസ്ലിമായി ഈ മജൂസിയായി ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യൻ ചോദിച്ചു, അല്ല മനുഷ്യ, ബോധം കെട്ടു വീഴേണ്ടത് ഞാനെന്റെ ഷഹാദത്ത് കലിമ ചൊല്ലിയത്, ഞാൻ ഷഹാദത്ത് കലിമ നിങ്ങളെന്തിനാ ബോധം കെട്ടു വീണത്? അപ്പോൾ അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ എന്റെ മനസ്സിൽ വന്നത് എന്താറിയോ, 60 കൊല്ലം കുഫ്രിലായി ജീവിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇസ്ലാം എന്ന മുഅ്മിനാവുക എന്ന വലിയ ഭാഗ്യം വന്ന് തന്നല്ലോ. എന്നാൽ ഇപ്പൊ ഞാൻ 70 വയസ്സെനിക്കായി, ഇന്ന് വരെ ഞാനൊരു മുഅ്മിനാണ്. ചിലപ്പോ എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്റെ ഈമാനിനെതിരായി കുഫ്ർ എനിക്ക് തന്നാലോ, പറയാൻ പറ്റൂലല്ലോ. 60 കൊല്ലം കുഫ്റിൽ ജീവിച്ച നിങ്ങൾക്ക് ഈമാനും 70 കൊല്ലം ഈമാനിൽ ജീവിച്ച എനിക്ക് എന്റെ അവസാനം ചിലപ്പോ അതിന്റെ എതിരായ ഒരു അവസ്ഥ വന്നുപോയാലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിന്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞാൻ ബോധം കെട്ട് വീണതാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഉള്ളിലുള്ള പേടി. അതാണ് തീരുമാനങ്ങളൊക്കെയും ജീവിതത്തിന്റെ അവസാന സമയത്താണ്. ചിലപ്പോ ആളുകൾ ജീവിതം മുഴുവനും കുഫർ കൊണ്ട് നടന്നവർ അവസാന സമയമാകുമ്പോ ഈമാനോടുകൂടി മരിച്ചു പോകും. അല്ലെ, ചില ആളുകൾ അല്ലാഹു തആല അതിനെതിരായി പരീക്ഷിക്കും. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്ന ഈമാനും ഇഖ്ലാസും ഷഹാദത്തും സൂറത്തുൽ ഇഖ്ലാസിന്റെ ആശയങ്ങളും മരിക്കുന്നത് വരെയും മരണ സമയത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. മഹാന്മാരുടെ പ്രവർത്തനങ്ങളും മഹാന്മാർ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതും ഈ രൂപത്തിൽ ഹിക്മത്തിന്റെ വഴിയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന പാഠങ്ങളും അള്ളാഹു നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അള്ളാഹുവേ, നമ്മുടെ മജ്‌ലിസ് നീ ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് വ്യത്യാസമില്ലാതെ പലതും ചെയ്തവരാണ്. അള്ളാഹു ദിവസത്തിൽ കിട്ടുന്ന 24 മണിക്കൂറിന്റെ മിക്കവാറും സമയങ്ങളും പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലായി ബന്ധപ്പെടുന്നവരും സൽക്കർമ്മങ്ങളിലായി സമയങ്ങൾ ചെലവഴിക്കാൻ വളരെ കുറഞ്ഞ അടിമകളുമാണ്. നിന്റെ ഫദ്ൽ കൊണ്ട് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ. അല്ലാഹ്, നീ ഗഫാറാണല്ലോ, ഗഫൂറാണല്ലോ, തവ്വാബാണല്ലോ, റഊഫാണല്ലോ, റഹീമാണല്ലോ.
അതിന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ ഉപ്പ, നമ്മുടെ മക്കള്, നമ്മുടെ അയൽവാസികൾ, കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സ്നേഹിതന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ദുആവസിയത്ത് ചെയ്തവർ, നമ്മളെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവർ, യാ റബ്ബ്, അങ്ങനെ എന്തൊക്കെ ആയിട്ട് ഞങ്ങളുമായി സഹകരിക്കുന്നവരുണ്ടോ, ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ പൊരുത്തു തരണേ അല്ലാഹ്. മരിക്കുമ്പോ ശുദ്ധ കൽബോടുകൂടി, ശുദ്ധമായ കൽബോടുകൂടി യാ അല്ലാഹ് ഒരിക്കലും ഒരു ഷഹാദത്ത് മറന്നു പോകാത്ത രൂപത്തിൽ ഈമാനോടുകൂടി മരിക്കുന്നവർ ചുറ്റുപാട് ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. നീ ഉണ്ടാക്കി തരണേ റഹ്മാൻ. ഇത്രകാലം എല്ലാ അമലുകളും ചെയ്തിട്ട് അവസാന സമയം ആ ഷഹാദത്ത് ഞങ്ങൾക്ക് നീ മറപ്പിച്ച് കളയല്ലേ അല്ലാഹ്. അതിന്റെ ഓർമ്മ നമ്മുടെ കൽവിൽ നിന്ന് നീ എടുത്തു കളയല്ലേ റബ്ബ്. അല്ലാഹുവേ, ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ ഇരുന്ന് ഇൽമുകൾ പറഞ്ഞതിന്റെ, അത് കേട്ടതിന്റെ, അത് കേൾക്കാൻ വേണ്ടി ഇരുന്നതിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഈ ദുനിയാവിലേക്ക് കടന്നു വരുമ്പോ ഒന്നുമില്ലാതെ നഗ്നരായി കടന്നു വന്നവരാം. ഇന്ന് നമ്മുടെ കയ്യിൽ പലതുമുണ്ടല്ലോ പടച്ചവനെ, അത് മുഴുവനും നീ തന്നതാ. എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലുള്ള ആരോഗ്യവും ആഫിയത്തും, നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങൾ അടക്കം നീ തന്നതല്ലാതെ സ്വന്തമായി നമുക്ക് ഒന്നും ഇവിടെ ഇല്ല പടച്ചവനെ. എല്ലാം നീ തന്നതാണ്. അതിൽ മുഴുവനും ഞങ്ങൾക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും ബേജാറുണ്ടാക്കുന്നതുമായ ഒന്നും ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കല്ലേ അല്ലാഹ്. നീ തരല്ലേ അവിടെ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും യാ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ശക്തമായ തണുപ്പ് കാരണമായി പ്രവാസികൾക്ക് വലിയ ബേജാറിലാണല്ലോ പടച്ചവനെ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സമാധാനം നൽകണേ അല്ലാഹ്. ഒരു തളർച്ചയും ചൂട് കാരണമായോ തണുപ്പ് കാരണമായോ പടച്ചവനെ ക്ലൈമറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അത് തരണം ചെയ്യാനുള്ള ശക്തി അവരുടെ ശരീരത്തിന് നീ നൽകണേ ഉണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ രൂപത്തിലും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, അല്ലാഹുവേ, എത്രയോ ആളുകൾ. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ള ഒരു ഉമ്മ മരിച്ചുപോയി. പെട്ടെന്നുള്ള മരണമായിരുന്നു. സ്പേസ്കാരൊക്കെ കഴിഞ്ഞ് റാഹത്തോടു കൂടി ഉണ്ടായിരുന്ന ഉമ്മ പിന്നെ പെട്ടെന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ പ്രത്യേകമായ ഒരു ശബ്ദം, സുബ്ഹാനല്ലാഹ്, അവരെ പെട്ടെന്ന് വീട് മരിച്ചുപോയി. അദ്ദേഹത്തിന് ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഒരു 6-7 മാസം ആയിട്ടുള്ളൂ. പടച്ചവനെ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്, സബർ നൽകണേ അല്ലാഹ്. ഞാൻ മരിച്ചുപോയി നമ്മുടെ സിരിച്ചാന്റെ ജ്യേഷ്ഠന്റെ മകൾ, അതുപോലെ നമ്മുടെ തകീർച്ചാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അങ്ങനെ ഒരുപാട് ഉമ്മമാർ, നമ്മുടെ അംസച്ച, നമ്മുടെ സൈദ എന്ന് പറയുന്ന ഉമ്മ സഹോദരി, അങ്ങനെ ഒരുപാട് സുഹറ എന്ന് പറയുന്ന 2 ഉമ്മമാരടുത്ത് മരിച്ചുപോയി. മുഹമ്മദിന്റെ പേരുടെ ഒരുപാട് ആളുകൾ മരിച്ചുപോയവർക്കൊക്കെയും യാ അല്ലാഹ് നീ സ്വർഗം നൽകണേ അല്ലാഹ്. 4 അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ 4 ആദിന്യോമന മക്കൾ അല്ലാഹുവേ, അവർക്ക് നീ ശുഹദാഇന്റെ ദർജ നൽകണേ അല്ലാഹ്. ആ കുടുംബങ്ങൾക്കൊക്കെയും നീ സബറും സമാധാനം നൽകണേ അല്ലാഹ്. അതുപോലെയുള്ള പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്നിട്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ ഉണ്ട്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. പിന്നെ നമ്മൾക്ക് വേണ്ടി പോയ ഈദൽ മുനിസിപ്പലിന്റെ പള്ളിയിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദ്വാരക്കാൻ അല്ലാഹു തആല അവരുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകാര്യമുള്ള അമലുകളായി അല്ലാഹു ആക്കി കൊടുക്കട്ടെ. നമുക്കും അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.